നവകേരള സദസ്സ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലൂടെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന യാത്ര. ഈ നവകേരള സദസ്സ് ആരംഭിച്ചത് മുതൽ ഇതുവരെ നിരവധി പ്രശ്നങ്ങളിലൂടെയും പരാമർശങ്ങളിലൂടെയും ആരോപണങ്ങളിലൂടെയും ഒക്കെയാണ് കടന്നുപോയിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് 12-ാം തീയതി, ഡിസംബർ 12-ാം തീയതി പാലയിൽ വെച്ച് നടന്ന നവകേരള സദസ്സിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വളരെ ശക്തമാർന്ന ഒരു മുന്നണിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ നേതാവായ ചാഴികാടൻ നവകേരള സദസ്സ് പാലയിൽ വെച്ച് നടന്നപ്പോൾ സ്വാഗത പ്രസംഗം നടത്തി. ആ സ്വാഗത പ്രസംഗത്തിൽ പാലാ നിയോജകമണ്ഡലം നേരിടുന്ന 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടാണ് സ്വാഗത പ്രസംഗം നടത്തിയത്. ഉടനെ തന്നെ മുഖ്യമന്ത്രി ഇടപെട്ട് ആ പ്രസംഗം പെട്ടെന്ന് നിർത്തുവാൻ ആവശ്യപ്പെടുന്നു. ആ പ്രസംഗം നിർത്തിക്കുന്നു. അതേ വേദിയിൽ വെച്ച് പാല പോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ അത്രമേൽ ശക്തമായി വേരോട്ടമുള്ള പാലയിലെ അതേ വേദിയിൽ വെച്ച് ചാഴികാടനെ ആക്ഷേപിക്കുന്ന തരത്തിൽ, ചാഴികാടനെ വിമർശിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി വേദിയിൽ വെച്ചൊരു പരാമർശം നടത്തുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ ആ പരാമർശം ഒന്ന് കേൾക്കാം. 9ാമത്തെ ജില്ലയുടെ ആദ്യത്തെ ദിവസത്തെ പരിപാടിയാണ് ഇന്ന് സമാപിക്കുന്നത്. ഇതിനകം എന്തിനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് വേണ്ടത്ര ബോധ്യം നാട്ടിനാകെ ഉണ്ടായിക്കഴിഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ, ആദ്യം അദ്ദേഹത്തിന് ഇത് എന്തിനാണ് സംഘടിപ്പിച്ചത് എന്ന് പിടികിട്ടിയിട്ടില്ല. അതിൻ്റേതായ ഒരു അവതരണമാണ് ഇവിടെ നടന്നത് കണ്ടത്. എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നതായി കണ്ടത്. പരാതികൾ ഇതിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യം മാത്രമാണ്. പരാതികൾ സ്വീകരിക്കലല്ല ഇതിൻ്റെ പ്രധാന കാര്യം. പരാതികളെപ്പോഴും മന്ത്രിമാർ പോകുമ്പോൾ ആളുകൾ കൊടുക്കുമല്ലോ, അതിൻ്റെ ഭാഗമായി ആ കാര്യം നടക്കും. ഇത് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാനാണ്. ആ പ്രശ്നം പ്രധാനമായി നമ്മുടെ കേരളം നേരിടുന്ന അവഗണനയുണ്ട്. കേരളത്തിന് നേരെ കാണിക്കുന്ന വിവേചനമുണ്ട്. അത് കേന്ദ്ര സർക്കാരാണ് കാണിക്കുന്നത്. ആ ഭാഗം ജനസമക്ഷം അവതരിപ്പിക്കേണ്ടതുണ്ട്. അതേസമയം നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു, ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട്, സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതുകൂടി ഇവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് വേണ്ടത്ര മനസ്സിലാക്കാതെയുള്ള അവതരണമാണ് ഇവിടെ നടന്നത്. ബഹുമാനപ്പെട്ട ചാഴികാടനും അത് വേണ്ടത്ര ഉൾക്കൊണ്ടതായി ഞാൻ കരുതുന്നില്ല. നിർഭാഗ്യകരമായി പോയി അത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി പറയുകയാണ്, നവകേരള സദസ്സിന്റെ ഉദ്ദേശം ഈ നാട്ടിലെ ആവാലവൃത ജനങ്ങൾക്കും കൃത്യമായി അറിയാം. പക്ഷേ ആമുഖ പ്രസംഗം നടത്തിയ, സ്വാഗത പ്രസംഗം നടത്തിയ ചാഴികാടന് മാത്രം ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല എന്ന തരത്തിലേക്ക് മുഖ്യമന്ത്രി പരാമർശിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്കൊരു പരാമർശം നടത്തുന്നു. ഇത് പരാതികൾ സ്വീകരിക്കാനുള്ള വേദിയല്ല, സർക്കാരിന് പറയാനുള്ള വേദിയാണെന്ന് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ ഈ തരത്തിലുള്ള ഒരു പരാമർശം കൊണ്ട് ആർക്കാണ് ഗുണം എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. മറ്റാർക്കുമല്ല, ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം UDF-നാണ്. കാരണം കോൺഗ്രസിനോടൊപ്പം വളരെ ശക്തമായി നിന്ന, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടങ്ങളിൽ ശക്തനായ നേതാവായി നിലനിന്നിരുന്ന മാണി എന്ന നേതാവ്, കേരള കോൺഗ്രസ് എന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതാവായിരുന്ന മാണിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ UDF, ആ UDF-ൽ മാണി എന്ന നേതാവ് മരണപ്പെട്ടതോടുകൂടി കോൺഗ്രസിൽ നിന്നും മാണി ഗ്രൂപ്പ് പോവുകയാണ്. ജോസ് കെ മാണി അടക്കമുള്ള മാണി ഗ്രൂപ്പ് കോൺഗ്രസിൽ നിന്നും വിട്ടുപോകുന്നു. പോയത് മറ്റങ്ങോട്ടുമല്ല, LDF-ന്റെ തട്ടകത്തിലേക്ക്. LDF-ൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി ഇന്ന് നിലനിൽക്കുന്ന കേരള കോൺഗ്രസ് എം വിഭാഗം. ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി, ആ സമയത്തെടുത്ത അപക്വമായ ഒരു തീരുമാനമായി ഇന്ന് കോൺഗ്രസ് അതിനെ കാണുന്നു. കോൺഗ്രസിനോടൊപ്പം ഇന്ന് നിൽക്കുന്ന കക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം. പക്ഷെ അവർ LDF-ലേക്ക് പോയതോടുകൂടി കോൺഗ്രസ് ദുർബലമായി എന്നതിന് തെളിവുകളാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായുള്ളത്. കോൺഗ്രസ് നേതൃത്വമാണ് പല ഭിന്നാഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസിനെ പുറത്താക്കിയത്. കോൺഗ്രസിന്റെ അന്നത്തെ നേതൃത്വങ്ങളായിരുന്നു. അത് മോശപ്പെട്ട ഒരു സമയത്തെടുത്ത തീരുമാനമായി, അല്ലെങ്കിൽ ദുർബലമായിരുന്ന ഒരു സമയത്തെടുത്ത തീരുമാനമായി, അല്ലെങ്കിൽ അത് ചിന്തിക്കാതെ അപക്വമായി എടുത്തൊരു തീരുമാനമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കോൺഗ്രസ് പുറത്താക്കിയതോടുകൂടി ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്ന് കരുതിയ മാണി വിഭാഗം ആശ്വാസമായി മാറിയത് LDF-നായിരുന്നു.
നിലവിൽ ഇപ്പോൾ മധ്യ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് LDFന് ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രമായി മാറാൻ സാധിച്ചതിൽ പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നത് മാണി വിഭാഗമാണ്. മാണി വിഭാഗം പോയതിൽ കോൺഗ്രസിന് ആദ്യഘട്ടങ്ങളിലൊന്നും വലിയ വിഷമം ഉണ്ടായില്ല. കാരണം ജോസഫ് വിഭാഗം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു എന്ന കൃത്യമായ ബോധ്യമുണ്ടായതുകൊണ്ടാണ് അത്തരത്തിൽ യാതൊരു വിഷമമോ സങ്കടമോ കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ലാതിരുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് മനസ്സിലായി മാണി ഗ്രൂപ്പിനോളം ശക്തമല്ല ജോസഫ് വിഭാഗമെന്ന്, ജോസഫ് വിഭാഗം ദുർബലമാണെന്ന് തിരിച്ചറിയുന്ന കോൺഗ്രസ് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ അവസരം, അതായത് ചാഴിക്കാടനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തെ ഉപയോഗിച്ചുകൊണ്ട് മാണി വിഭാഗത്തെ തിരിച്ച് കോൺഗ്രസിൽ കൊണ്ടുവരുവാനുള്ള കരുനീക്കങ്ങൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, മാണി ഗ്രൂപ്പ് വരികയാണെങ്കിൽ തീർച്ചയായും നിസ്സംശയം അവരെ തിരിച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിക്കുമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത്. എന്തായാലും കോൺഗ്രസിന്റെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ കൃത്യമായ പാതയിൽ പോയാൽ ചാഴിക്കാടനെതിരെ മുഖ്യമന്ത്രി പൊതുവേദിയിൽ ഒരു ആരോപണം ഉയർത്തിയത് എന്തായാലും മാണി വിഭാഗത്തിലെ ഒരു വിഭാഗം പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും വലിയ അരോചകം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവർ അത് കൃത്യമായി പൊതുസമൂഹത്തെ അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഒരു പ്രതീക്ഷയാണ്. മാണി വിഭാഗം തിരികെ വന്നാൽ മധ്യ കേരളത്തിലെ വലിയൊരു വിഭാഗം വോട്ടും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷ നിലവിൽ കോൺഗ്രസിനുണ്ട്. അതിന് പഠിച്ച പണി 18 നോക്കുവാൻ K. സുധാകരനും VD സതീശനും അടക്കമുള്ള കോൺഗ്രസിന്റെ നേതൃത്വങ്ങൾ പയറ്റും. അത് പയറ്റി വിജയിച്ചാൽ അതിന് നേട്ടമുണ്ടാകും. കാരണം വരാൻ പോകുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വൻപിച്ച വിജയം കൂടി കരസ്ഥമാക്കുന്നതിൽ ഈ കേരള കോൺഗ്രസ് വിഭാഗം വരുന്നത് വലിയ ഒരു മുതൽക്കൂട്ടാവും. കൂടാതെ 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം തങ്ങളോടൊപ്പം ചേർന്നാൽ നിലവിലെ സീറ്റിന്റെ എണ്ണം കൂട്ടാം, ഭരണത്തിൽ വരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാം എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് കോൺഗ്രസ് മാണി വിഭാഗത്തെ തങ്ങളോടൊപ്പം ചേർക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും.